ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട് അല്ലേ? അതെ സർ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായും. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു, അതേപോലെ തന്നെ +2ൻ്റെ എക്സാമും കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അവർ +1 സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അതല്ല വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കണോ എന്നുള്ളൊരു ആശങ്ക തീർച്ചയായും കുട്ടികൾക്കുണ്ട്. അപ്പം അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഈ ടെസ്റ്റ്. അതേപോലെ തന്നെ +2 കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ലാതെ തന്നെ മറ്റ് പല കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പ്രൊഫഷണൽ കോഴ്സെല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ അവരുടെ കഴിവ്, അവരുടെ മേഖല, അവരുടെ അഭിരുചി, അവരുടെ സ്കില്ലുകൾ, അവരുടെ പാഷൻ, ഇൻട്രസ്റ്റ് എങ്ങോട്ടാണ് എന്നറിയില്ല. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ, +2 കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കത് തിരിച്ചറിയാൻ ടെസ്റ്റുകളുണ്ട്, മാർഗങ്ങളുണ്ട്. നിലവിൽ കുട്ടികളുടെ സമയത്തോളം ഇത്തരം ടെസ്റ്റുകളിലൂടെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായും അവരുടെ സമയത്തുള്ള അവരുടെ കരിയർ, ഇൻട്രസ്റ്റ്, പാഷൻ, ഈ സംഭവം കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അഡ്രസ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിലേക്ക്, ശരിയായ റൂട്ടിലേക്ക് നമുക്ക് അവരെ വഴിതിരിച്ചു വിടാൻ പറ്റുമെന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിനെ കുറിച്ചാണ് പ്രിയ സുഹൃത്ത് യൂസുഫ് നാദയോട് ചോദിച്ചറിഞ്ഞത്. ഈ ഫീൽഡിൽ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച യൂസുഫിനെ നാദാപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൈക്കോളജിയിൽ MSCയും MPhilഉം ഒക്കെ കഴിഞ്ഞ യൂസുഫ് കഴിഞ്ഞ 7 വർഷമായി നാദാപുരത്ത് അൽസൈൻ സൈക്കോ ഹെൽത്ത് കെയർ ക്ലിനിക്ക് നടത്തിവരികയാണ്. ഇതിനകം ആയിരക്കണക്കിന് ആളുകൾക്ക് മനഃശാസ്ത്ര കൗൺസിലിങ്ങും 5000-ലധികം പേർക്ക് ഹിജാമ ചികിത്സയും യൂസുഫ് ഇവിടെ വെച്ച് നൽകിയിട്ടുണ്ട്. യൂസുഫ് നിർദ്ദേശിക്കുന്നത് മരുന്ന് രഹിത ചികിത്സയാണ്. ഒരുപാട് പേർക്ക് ഇത് ആശ്വാസം പകർന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നുമല്ല ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചാണ്. കാരണം ഇതൊരു ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് തീർച്ചയായും അവരെല്ലാ ആളുകളും ചെയ്യേണ്ട, 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണിത്. കുട്ടികളെക്കാളും കൂടുതൽ ആശങ്കയുള്ളത് രക്ഷിതാക്കന്മാർക്കുണ്ട്. അവരുടെ സമയത്തോളം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നിർണ്ണയിച്ചു കൊടുക്കാൻ പറ്റുന്ന വിഷയം. തീർച്ചയായിട്ടും ഈ ഒരു സൗകര്യം നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. യൂസുഫിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അവരുടെ കരിയർ സെറ്റ് ചെയ്യേണ്ടത് ഒന്ന് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ്. രണ്ടാമത്തത് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും കൂടി നോക്കണം. ഏത് ഏരിയയാണ് അവർക്ക് ഇൻട്രസ്റ്റ് നോക്കണം. അത് നോക്കിയില്ല എങ്കിൽ കുട്ടികൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. അവരുടെ ഫ്രണ്ട്സ് തിരഞ്ഞെടുത്ത ഒരു കോഴ്സ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഫിറ്റല്ലാത്ത കോഴ്സാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ, അവരുടെ കരിയർ അല്ല തിരഞ്ഞെടുത്തത് എങ്കിൽ, അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് ടെസ്റ്റ് അല്ല തിരഞ്ഞെടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും അവർ ഡ്രോപ്പ് ഔട്ടായി ആ കോഴ്സ് തന്നെ അവർ നിർത്തേണ്ടി വരും. ഇതേപോലെ രക്ഷിതാക്കളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് എന്നും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഇൻട്രസ്റ്റും കൂടെ അതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആ ടെസ്റ്റ് വെച്ചുകൊണ്ട് കുട്ടി ഒരു കരിയറിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും നല്ല സക്സസ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നു, അവരുടെ കരിയർ അവർക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്